പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മുടെ കേരളീയരുടെ ആകെ ഒരു വിഷമം അല്ലെങ്കിൽ മനുഷ്യസ്നേഹമുള്ള ഓരോ മലയാളികളുടെയും സങ്കടം എന്നൊക്കെ പറയുന്നത് നിമിഷപ്രിയയുടെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പോൾ നിമിഷപ്രിയയുടെ ആ ഒരു തീരുമാനം ഇനിയിപ്പോൾ ഒരാഴ്ചയുടെ മാത്രം ഒരു ദൂരമേ ഉള്ളൂ. അപ്പോൾ മോചനം നടക്കുമെന്ന് പൂർണ്ണ പ്രതീക്ഷയുണ്ടെന്നാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി പറയുന്നത്. മരിച്ച യമൻ പൗരന്റെ കുടുംബം ദയാധനം ആവശ്യപ്പെട്ടാൽ നൽകാൻ തയ്യാറാണെന്നും ഭർത്താവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. PR പ്രവീണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം. നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി മിഷേൽ ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നു. ഇന്നലെ ഗവർണറെ കണ്ടിരുന്നു, അതിൽ പ്രത്യാശ ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതൊക്കെയല്ലോ നമ്മളിവിടെ വന്ന സാറിനെ കണ്ട് ഗവർണറെ കണ്ട് നമ്മുടെ ചാണ്ടി ഉമ്മൻ സാറിൻ്റെ ആയിരുന്നു കൂടെ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കാണുകയും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ സാറിനോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സാറിനെ കാണാൻ ഒരു അവസരം ഒരുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും വന്നതായിരുന്നു. ഇന്നലെ ഞങ്ങൾ കണ്ട് സംസാരിച്ചു. ബാക്കി എല്ലാ കാര്യങ്ങളും ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൾ പല സ്ഥലത്തും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, വിദേശകാര്യ മന്ത്രാലയത്തെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇനി കാര്യങ്ങളൊക്കെ ഇനി സ്പീഡപ്പായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ നിൽക്കുകയാണ്. ഇപ്പം എല്ലാവരും ഇതിൻ്റെ അകത്ത് ഇടപെടുന്നുണ്ട്, അതിശക്തമായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും, 100% ഉറപ്പുണ്ട്. ഈ യമൻ പൗരന്റെ കുടുംബം എന്തെങ്കിലും ഈ ദയാധനം എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ദയാധനം ആവശ്യപ്പെട്ടതായിട്ട് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അത് വേണ്ടപ്പെട്ട അധികാരികളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഇടപെടുന്നവരല്ലേ, അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് അത് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. എന്തായാലും അതിനുള്ള കാര്യങ്ങൾ, സാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ദയാധനം ആവശ്യപ്പെട്ടതായി എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടോ മുൻപ്? അത് എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുള്ളവരുണ്ടാവുമായിരിക്കും. അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദയാധനം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അല്ല, ഞാൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരെ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടുണ്ടാവും. എന്നെ ഫൈനൽ റിസൾട്ട് എന്തായാലും ഓൾറെഡി എത്ര അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞായിട്ട് നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ തയ്യാറാകുമോ? തീർച്ചയായിട്ടും. അതല്ലോ നമ്മൾ പണ്ട് മുതലേ ഓൾറെഡി ഒരു ഓപ്ഷൻ വെച്ചേക്കുന്നല്ലേ. അത് അവിടുന്ന് അവിടെയുള്ളത് തന്നെയല്ലോ ദയാധനി മണി കൊടുക്കുക എന്നുള്ളൊരു പറഞ്ഞേക്കുന്നല്ലേ. കൊടുക്കാന്നല്ല, വാങ്ങാം എന്നുള്ളതും പറഞ്ഞേക്കുന്നതാണ്. അവരത് ആവശ്യപ്പെടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ മുതലാണെങ്കിലും എല്ലാവരും ഇതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ളവർ നോക്കുമ്പോൾ, ചിലർ ഒരു വശം നോക്കുമ്പം ഒന്നും ആകുന്നില്ല, എന്തായി ഇത്ര വൈകുന്നത് എന്താന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അവരെയും കുറ്റം വേണ്ട കാര്യമില്ല. കാരണം യമന്റെ പ്രത്യേകത എന്താണെന്ന് ആദ്യം അറിയണമല്ലോ. യമനിൽ ഒന്നാം യുദ്ധമാണ്, എംബസി ഇല്ല, ഗവൺമെന്റ് ഇല്ല. അതുപോലെ തന്നെ മറ്റേ ഇന്ത്യയും യമനും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാതെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എനിക്കൊക്കെ പോകാൻ പറ്റും, ഞങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അത് വിടില്ല, പുതിയ ആൾക്കാരെയൊന്നും അങ്ങോട്ട് വിടില്ല. ഈ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? അല്ല, തീർച്ചയായിട്ടും. നമ്മുടെ എന്തായാലും മിനിങ്ങാന്ന് മുതൽ ന്യൂസൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് അതിൻ്റെ MP അങ്ങനെ ഒത്തിരി പേര്, ഞാൻ പേര് പറയുമ്പോൾ ഒത്തിരി പേര് പറയേണ്ടി വരും. കാരണം എല്ലാവരും തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്റർനാഷണൽ ആക്ഷൻ കോൺസിന്റെ ആളുകളും ഇതുപോലെ തന്നെ മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്, സുഭാഷ് സാർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാമുൽ സാർ ഓൾറെഡി നാട്ടിൽ അപ്പോൾ വന്നതായിരുന്നു. അമ്മയ്ക്ക് ഒത്തിരി സുഖമില്ല, അതിൻ്റെ ആളിപ്പോൾ അവിടെയുണ്ട്. ബാക്കിയുമായ എല്ലാ കാര്യങ്ങളും ആവുന്ന പോലെ എംബസിയുടെ ഭാഗത്തുനിന്ന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് ഈ സ്പീഡ് കുറവായെന്ന് തോന്നുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ, അത് നമുക്കൊരു കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനോ അതിന്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ സാധിക്കാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുമ്പ്, എംബസി ഇല്ല, ഗവൺമെന്റ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എംബസി വർക്ക് ചെയ്യുന്നത് തന്നെ, ഇന്ത്യൻ എംബസിയുടെ വർക്ക് ചെയ്യുന്നത് തന്നെ സൗദിയിലെ റിയാദിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ഒക്കെ നടക്കുന്നത്. പൂർണ്ണ പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും അതാണല്ലോ. കാരണം നമ്മളിപ്പം എല്ലാവർക്കും അറിയാം ഒരു കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെയൊരു ദയാമണി സ്വീകരിക്കാൻ അവർ എപ്പോൾ തയ്യാറാകുന്നു, അവരവർ പറയണോ അതിനനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ എന്തായാലും സ്പീഡപ്പായിട്ട് തന്നെ നടക്കുന്നത്. അതല്ലോ നമ്മളും കാത്തിരിക്കണം. എല്ലാവരും ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരെയും പ്രതീക്ഷ, എല്ലാവരും വർക്ക് ചെയ്യണതും ഇതിനു വേണ്ടി തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും അതുപോലെ തന്നെ നേതാക്കളുടെയും എല്ലാവരുടെയും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് പറയുന്നത്. യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾ ദയാധനം ആവശ്യപ്പെട്ടാൽ അത് നൽകാനും തയ്യാറാണെന്ന് പറയുന്നു. പൂർണ്ണ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ടോമി അടക്കമുള്ളവർ ഉള്ളത്. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.